അനീഷിന്റെ ഗെയിമിലെ പോരായ്മകൾ ലാലേട്ടൻ വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണുകളുടെ സാബു, അഖിൽ മാരാർ തുടങ്ങിയ കണ്ടസ്റ്റൻസുകളെ ഉൾപ്പെടെ പേരെടുത്ത് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഒക്കെ ഇരുന്ന് കുത്തിയിരുന്ന് ലീവ് എടുത്തിരുന്ന് കണ്ടതല്ലേ. അവരൊക്കെ എങ്ങനെയാണ് ഗെയിം കളിച്ചത്, എങ്ങനെയാണ് പുറത്ത് അറിയപ്പെടുന്നതെന്നൊക്കെ അറിയോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അനീഷിന്റെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടുള്ള വെറുപ്പിക്കൽ അത് മാറ്റിവെച്ചാൽ അനീഷ് വളരെ സ്മാർട്ടാണ്, പെർഫെക്റ്റ് ആണ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. നന്നായിട്ട് സംസാരിക്കാനൊക്കെ അനീഷിന് അറിയാം. ലാലേട്ടൻ ആക്ച്വലി നല്ല രീതിയിലുള്ള അഡ്വൈസ് കൊടുത്തിട്ടുണ്ട് എല്ലാ കണ്ടസ്റ്റൻസിനും കേട്ടോ. അതാണ് ഈ സീസണിലെ ഒരു വ്യത്യാസം. തുടക്കത്തിൽ തന്നെ അവരുടെ മിസ്റ്റേക്സ് ഒക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി ഗെയിമിൽ മാറ്റം വരുത്തി കളിച്ചാൽ അവർക്ക് കൊള്ളാം. അനീഷ് കുറച്ചും കൂടെ സോഷ്യൽ ആവണം. നമ്മളൊരു സമൂഹ ജീവിയാണ്. ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ആരെയും വകവയ്ക്കാതെ നമുക്ക് ഒറ്റയ്ക്ക് അങ്ങ് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവിടെ ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കണ്ട എന്ന് തന്നെയാണ് ലാലേട്ടൻ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ലാലേട്ടൻ പറഞ്ഞ പേരുകളിൽ ആര്യ ഉണ്ടായിരുന്നു, റിയാസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ അഖിൽ മാരാർ ഉണ്ടായിരുന്നു, സാബു ഉണ്ടായിരുന്നു. രജിത് കുമാറിൻ്റെ ഒന്നും പേര് അദ്ദേഹം അവിടെ പറഞ്ഞില്ല. അപ്പോൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി വേണ്ട എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അനീഷിൻ്റെ ഗെയിമിൽ വല്ല മാറ്റവും വരുമെന്നുള്ളത്. ശ്രദ്ധിച്ച് കളിച്ചാൽ അനീഷിന് മുന്നോട്ട് പോകാൻ കഴിയും.